ബ്രസീൽ പുറത്തായതിനു ശേഷം പിന്നെ അർജൻറ്റീനയ്ക്കെതിരായ ഒരു സാമ്പാർ മുന്നണി രൂപപ്പെടുകയാണ് ചെയ്തത്. എനിക്കതൊക്കെ വളരെ ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത്. അത് ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീം പുറത്തായി, ഇനി എന്നാൽ മറ്റേ ടീമിനെതിരെ അണിനിരക്കാം എന്നുള്ളൊരു ഒരുതരം ഗോത്രീയതയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുതരം ഫുട്ബോളേതരമായ ഒരുതരം എന്തോ ഒരു വികാരമാണത്. ഒരുതരം ഗോത്രവികാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തങ്ങളുടെ ശത്രുക്കളെ ഏത് വിധേനയും തോൽപ്പിക്കണം. അല്ല, ഫുട്ബോളല്ല അവർ ആസ്വദിക്കുന്നത്, ഫുട്ബോൾ അല്ല. അപ്പോൾ മെസ്സിക്കെതിരായിട്ട് ഹേറ്റ് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ മെസ്സി തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു ടീമിൽ കളിക്കുന്ന കളിക്കാരനാണെന്ന് കരുതി മെസ്സിയുടെ ഒരു മൂല്യം കുറയുന്നില്ലല്ലോ. മെസ്സി എന്ന് പറഞ്ഞാൽ മെസ്സിയെ പറ്റി കവിത പാടുന്നു, കവിത എഴുതുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കളി തന്നെ ഒരു കവിതയാണ്. അത് ആൾക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആരാധകർ ലോകത്തുണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം എന്താണ് പറയുക, ഗോത്രീയമായ ഫുട്ബോൾ വികാരങ്ങൾ എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത്. എനിക്ക് യഥാർത്ഥത്തിൽ മടുപ്പാണ്. സോഷ്യൽ മീഡിയ ഫുട്ബോളുമായി ബന്ധപ്പെട്ട പോസ്റ്റ് കാണുമ്പോൾ യഥാർത്ഥത്തിൽ മടുപ്പാണ്. ഇന്നലെ ഫൈനലിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ആൾക്കാർ പോസ്റ്റ് ഇടുന്നത് ഏത് വിധേനയും അരകൾ പുറത്താവണം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മറ്റേ ബ്രസീലിനെ കുറിച്ചാണെങ്കിൽ 7-up ഓർമ്മിപ്പിക്കുന്ന അത്തരം. അത് എനിക്ക് തോന്നുന്ന ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ലാതെ എന്നാണ്. രണ്ടാമത്തെ കാര്യം നൗഫലി ചോദിച്ചതുപോലെ ഈ ഫുട്ബോളിലെ രാഷ്ട്രീയമാണ്. അതും വൻ ബോറാണ്. ഒരു ഉദാഹരണമാണ്, സ്പെയിൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇസ്രായേലിനെതിരെ ഏറ്റവും വോക്കലായിട്ടുള്ളൊരു രാജ്യമാണ്. സ്പെയിൻ ഇസ്രായേലിനെതിരാണ്, ഫലസ്തീൻ അനുകൂലമാണ് എന്നുള്ളതുകൊണ്ട് ഫലസ്തീൻ്റെ ഇപ്പോഴത്തെ ദുരിതാവസ്ഥ മാറുകയോ അല്ലെങ്കിൽ ഗ്ലോബലി അവർക്ക് എന്തെങ്കിലും കൂടുതലായി പ്രത്യേകമായി ഉണ്ടാവുകയോ, ഇപ്പോൾ സ്പെയിൻ നിലപാട് മാറ്റിക്കൊണ്ട് വേറെ രാജ്യങ്ങൾ ഫലസ്തീനെ സപ്പോർട്ട് അങ്ങനെയൊന്നുമില്ല. സ്പെയിൻ അങ്ങനെ ഡിപ്ലോമാറ്റിക്കലി വലിയ സ്വാധീന ശക്തിയുള്ള രാജ്യമല്ല. യൂറോപ്പിലെ തന്നെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ലിസ്റ്റ് എടുത്താൽ അതിൽപ്പെട്ട ഒരു രാജ്യമാണ് സ്പെയിൻ, ദാരിദ്ര്യം കമ്പാരിറ്റീവ്ലി. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? അപ്പോൾ അവർ ഇസ്രായേലിനെതിരെ നിന്നു എന്നുകൊണ്ട് മറ്റുള്ളവർ ഇസ്രായേലിനെതിരാവോ? അങ്ങനെയൊന്നുമല്ല. സ്പെയിൻ അവിടെ ഇപ്പോൾ ഭരിക്കുന്ന പെട്രോ സാഞ്ചസ് എന്ന് പറഞ്ഞ ഒരു ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ളൊരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാട് പറയുന്നു എന്നുള്ളതാണ്. നാളെ ഒരു വലതുപക്ഷ സർക്കാർ അവിടെ വന്നു കഴിഞ്ഞാൽ നേരെ തിരിയാനും സാധ്യതയുണ്ട്. ഇപ്പോൾ അർജൻറ്റീനയിൽ ഇപ്പോൾ ഇസ്രായേൽ അനുകൂലിയാണ്. നാളെ അവിടെ ഭരണകൂടം മാറിക്കഴിഞ്ഞാൽ അർജൻറ്റീന അവരുടെ പരമ്പരാഗത നിലപാടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് അവരുടെ ഫുട്ബോൾ ടീമിനോട് ഉപമിച്ച് അപ്പോൾ ഇവരെന്താണ് യഥാർത്ഥത്തിൽ കാണുന്നതെന്നാണ് എൻ്റെ ചോദ്യം.